ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ വി.എസിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി ആദരാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി ദർബാർ ഹാളിൽ എത്തിയിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അദ്ദേഹം ചികിത്സയിൽ കഴിയുന്ന സമയത്തും ഗവർണർ ആശുപത്രിയിലെത്തി അദ്ദേഹത്തിന്റെ സുഖവിവരം ആരാഞ്ഞിരുന്നു. മാത്രവുമല്ല, ഗവർണറായി ചുമതല ഏറ്റെടുത്ത ആദ്യ ദിനങ്ങളിൽ തന്നെ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി, വി.എസിന്റെ വസതിയിലെത്തി അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു എന്നാണ് അദ്ദേഹത്തെ സന്ദർശിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ദർബാർ ഹാൾ വേദിയാകുന്നത് പ്രമുഖരുടെയും അല്ലാത്തവരുടേതുമായ ഒരു നീണ്ട നിര തന്നെയാണ്. ദർബാർ ഹാളിൽ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്ന ആ ജനക്കൂട്ടം, ആ ജനസഞ്ചയം, വലിയ നേതൃബാഹല്യം നമുക്കവിടെ കാണാൻ കഴിയും. അല്പസമയം മുമ്പാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അവിടെ എത്തിയത്. ഇനിയും ഒട്ടേറെ പ്രമുഖർ വി.എസിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനായി ദർബാർ ഹാളിൽ എത്തുന്നുണ്ടാകും. ഉച്ചവരെയാണ് അവിടെ പൊതുദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. പക്ഷേ അവിടെ നിന്നും ദർബാർ ഹാളിലേക്ക് നീളുന്ന ആ നിര കണ്ടാൽ അത് ഉച്ചയ്ക്കപ്പുറം വൈകിട്ട് വരെ ഈ പൊതുദർശനം നീണ്ടുപോയേക്കാവുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത്. ഇപ്പോൾ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ച് ദർബാർ ഹാളിൽ എത്തിയിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പ്രമുഖ വ്യക്തികൾ വി.എസിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുമ്പ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെത്തി. ഒപ്പം തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉൾപ്പെടെ ഗവർണർ വിശ്വനാഥ് ഹാർലേക്കർ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്പസമയം മുമ്പാണ് ഗവർണർ വിശ്വനാഥ് ഹാർലേക്കർ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹം വി.എസിന് അല്പസമയത്തിനകം തന്നെ അന്തിമോപചാരം അർപ്പിക്കും. എന്തായിരുന്നാലും അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാക്കുന്നുണ്ട്. ഒപ്പം പ്രമുഖ വ്യവസായിയായ M.A. യൂസഫ് അലി, അങ്ങനെ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള പ്രമുഖരടക്കമുള്ളവർ V.S. അച്യുതാനന്ദന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തുകയാണ്, ആദരമർപ്പിക്കാനായി എത്തുകയാണ്. വലിയ തിരക്ക് തന്നെയാണ് സെക്രട്ടേറിയറ്റിന്റെ സമീപത്തും പ്രദേശത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദർബാർ ഹാളിന് സമീപത്തുമായി രണ്ട് ലൈനായാണ് സെക്രട്ടേറിയറ്റിന്റെ ഉള്ളിലേക്ക് ഈ ജനങ്ങളെ പ്രവേശിപ്പിക്കുന്നത്, പാർട്ടി പ്രവർത്തകരെ പ്രവേശിപ്പിക്കുന്നത്. രണ്ട് ലൈനായി പ്രവേശിപ്പിച്ചുകൊണ്ടാണ് അവർക്കായി V.എസിന് അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ സെക്രട്ടേറിയറ്റിലും പരിസരത്ത് പ്രദേശങ്ങളിലും വലിയ തിരക്ക് തന്നെ അനുഭവപ്പെട്ടിരുന്നു. രാവിലെ 9 മണിയോടുകൂടിയാണ് V.എസിന്റെ ഭൗതിക ശരീരം വീട്ടിൽ നിന്ന്, തിരുവനന്തപുരത്തെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് വിലാപയാത്രയായി സെക്രട്ടേറിയറ്റിന്റെ ദർബാർ ഹാളിലേക്ക് എത്തിച്ചത്. അതിനുശേഷം സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള പ്രമുഖരടക്കമുള്ളവർ എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം തന്നെ AKG ഗവേഷണ കേന്ദ്രത്തിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിൽ വയ്ക്കുന്ന സമയത്തും അർദ്ധരാത്രിയിൽ നിരവധി പേർ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലികൾ അർപ്പിക്കാനെത്തി, ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. എന്തായിരുന്നാലും വലിയ രീതിയിലുള്ള ഒരു തിരക്ക്, V.എസിന് അന്ത്യാഞ്ജലികൾ അർപ്പിക്കാൻ, ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വലിയ തിരക്ക് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒപ്പം കഴിഞ്ഞ ദിവസം V.എസിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ AKG പഠന ഗവേഷണ കേന്ദ്രത്തിൽ 11:30 മണി വരെയായിരുന്നു പ്രദർശനത്തിനുള്ള സൗകര്യങ്ങൾ പാർട്ടി നേതാക്കൾ ഒരുക്കിയിരുന്നത്. അതിനുശേഷമായിരുന്നു V.എസിന്റെ ഭൗതിക ശരീരം വീട്ടിലേക്ക് കൊണ്ടുപോയത്. അതിനുശേഷവും നമുക്ക് കാണാൻ സാധിച്ചത് അർദ്ധരാത്രികളിൽ പോലും നിരവധി പേർ V.എസിനെ വീട്ടിലെത്തിയും ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. ഇന്ന് പുലർച്ചെയും നമ്മൾ ആ പരിസരത്ത് V.എസിന്റെ വീടിന്റെ സമീപ പ്രദേശങ്ങളിലെല്ലാം തന്നെ വലിയ തിരക്കനുഭവപ്പെടുന്ന സാഹചര്യമായിരുന്നു. സമാനമായ സാഹചര്യം തന്നെയാണ് നമുക്ക് ദർബാർ ഹാളിന്റെ പരിസര പ്രദേശങ്ങളിലും കാണാൻ സാധിക്കുന്നത്. പ്രമുഖരായ എല്ലാ വ്യക്തികളും രാവിലെ തന്നെ എത്തുന്നു, V.എസിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്പസമയം മുമ്പാണ് ഗവർണർ എത്തിയത്. ഗവർണർ ഇപ്പോഴും ദർബാർ ഹാളിന്റെ ഉള്ളിലാണ് തുടരുന്നത് രാജേന്ദ്ര ഹാർലേക്കർ. എന്തായിരുന്നാലും അതിനുശേഷം യൂസഫ് അലി, പ്രമുഖ വ്യവസായി യൂസഫ് അലി, അതിനു മുമ്പായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ V.എസിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തി. പ്രമുഖനായ വ്യക്തിത്വമാണ് V.എസ് എന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖർ വിശേഷിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ വിയോഗം അത് രാഷ്ട്രീയ ചരിത്രത്തിൽ നികത്താൻ കഴിയാത്ത നഷ്ടം എന്ന് തന്നെയാണ്
രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായിരുന്നാലും അദ്ദേഹത്തിന്റെ വിയോഗം അത് വളരെ ഖേദകരമാണെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അല്പസമയം മുമ്പ് ഗവർണർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് രാജീവ് ചന്ദ്രശേഖരൻ മടങ്ങുന്നു. ഒപ്പം തന്നെ മറ്റു മന്ത്രിമാർ, സംസ്ഥാന മന്ത്രിസഭയിലെ എല്ലാ മന്ത്രിമാരും ഇന്ന് ഈ ദർബാർ ഹാളിലും ദർബാർ ഹാളിന്റെ പരിസര പ്രദേശങ്ങളിലുമുണ്ട്. ഇവിടെ എല്ലാവരും രാവിലെ മുതൽ തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ VSന്റെ വീട്ടിൽ ഭൗതിക ശരീരം നേരിട്ടെത്തി സന്ദർശിച്ചു. അതിനുശേഷം അന്ത്യാഞ്ജലികൾ അർപ്പിച്ചു. തുടർന്ന് മുഖ്യമന്ത്രി എത്തിയതിനു ശേഷം 8:30 മണിയോടുകൂടിയാണ് VSന്റെ വസതിയിൽ VSന്റെ ഭൗതിക ദേഹത്തിൽ മുഖ്യമന്ത്രി അന്ത്യാഞ്ജലികൾ അർപ്പിച്ചത്. വീട്ടുകാരെ ആശ്വസിപ്പിക്കാനായി മുഖ്യമന്ത്രി എത്തിയത്. അതിനുശേഷമാണ് VSന്റെ ഭൗതിക ശരീരം വീട്ടിൽ നിന്ന് പുറത്തേക്ക് വിലാപയാത്രയായി കൊണ്ട് നമ്മുടെ സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇവിടെയാണ് സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള പ്രമുഖരടക്കമുള്ളവർ ഇവിടേക്ക് എത്തിച്ചേരുകയാണ്. VSന് അന്ത്യാഞ്ജലികൾ അർപ്പിക്കുകയാണ്. എന്തായിരുന്നാലും ഒരു നാടിന് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ചരിത്രത്തിൽ കുറിക്കപ്പെട്ട പേര് തന്നെയാണ് VS അച്യുതാനന്ദൻ എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം ഇടപെട്ട ബഹുജന പ്രക്ഷോഭങ്ങൾ, ബഹുജന സമരങ്ങൾ ഇവയെല്ലാം എന്നും സ്മരിക്കപ്പെടുന്നതാണ് എന്ന് തന്നെയാണ് പ്രമുഖ വ്യക്തികൾ ഓരോരുത്തരും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുമ്പോൾ വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് VS ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ നിലപാടുകൾ സ്പഷ്ടമായി തന്നെ ജനങ്ങൾക്കിടയിൽ വ്യക്തമാക്കിയിരുന്നു. അത് പാർട്ടി നേതൃത്വത്തിന് അംഗീകരിക്കാൻ കഴിയാത്തതാണെങ്കിൽ പോലും VS പല ഘട്ടങ്ങളിലായി കൃത്യമായി തന്നെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ കൃത്യമായി വിവരിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പോലും അത് പരസ്യമായി പാർട്ടി നേതൃത്വത്തിനെതിരെ VS കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കുന്നതും നമുക്ക് കാണാൻ സാധിച്ചു. എന്തായിരുന്നാലും വലിയ രീതിയിൽ VSനെ കാണാനായി മിങ്ങിപ്പൊട്ടിക്കൊണ്ട് ഒരു ജനത ഇപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ പരിസര പ്രദേശങ്ങളിലും ദർബാർ ഹാളിന്റെ ഉള്ളിലായി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. നിരവധി പേർ മിങ്ങിപ്പൊട്ടിക്കൊണ്ടാണ് VS എത്തി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത്. 2019 വരെ ജനകീയ പ്രശ്നങ്ങളിൽ വളരെ സജീവമായി ഇടപെട്ടിരുന്ന VS പിന്നീട് കോവിഡ് കാലം എത്തി. അതോടുകൂടിയാണ് അദ്ദേഹം ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. 2019 ശേഷം അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്തേക്ക് എത്തുന്നില്ല. ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർപേഴ്സണായി കുറേ നാൾ തുടർന്നുവെങ്കിലും 2020 ആ ഭരണപരിഷ്കാര കമ്മീഷൻ സ്ഥാനത്ത് നിന്നും രാജി പ്രഖ്യാപിക്കുകയായിരുന്നു. അദ്ദേഹം ആ സമയത്തും ഭരണപരിഷ്കരണവുമായി ബന്ധപ്പെട്ട് 10ലേറെ റിപ്പോർട്ടുകൾ സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്ന ഘട്ടമുണ്ടായി. ഇപ്പോൾ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ മടങ്ങുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അങ്ങനെ പ്രമുഖരും പ്രമുഖരല്ലാത്തവരും ജീവിതത്തിൻ്റെ നാനാതുറകളിൽപ്പെട്ട സാധാരണക്കാർ എല്ലാം VSനെ ഒരു നോക്ക് കാണാൻ വേണ്ടി ദർബാർ ഹാളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അതിൽ വ്യവസായ പ്രമുഖരുണ്ട്, രാഷ്ട്രീയ നേതാക്കളുണ്ട്, സാധാരണക്കാരുണ്ട്, തൊട്ടപ്പുറത്ത് ജീവിക്കുന്ന സാധാരണ മനുഷ്യരുമുണ്ട്. അങ്ങനെ തലസ്ഥാനം VSന് അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 8 പതിറ്റാണ്ട് നീണ്ട പോരാട്ടം, ആ പോരാട്ടത്തിനാണ് തിരശ്ശീല വീണ്ടിരിക്കുന്നത്.